തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ CPI സ്ഥാനാർത്ഥിയായ VS സുനിൽകുമാറിന്റെ ജനപ്രീതിക്ക് കോട്ടം പറ്റുകയാണോ? യഥാർത്ഥത്തിൽ തൃശൂർ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് ശക്തമായ ഒരു പോരാട്ടം പ്രതീക്ഷിക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലം തന്നെയാണ്. 3 സ്ഥാനാർത്ഥികളും കരുത്തരാണ് എന്നുള്ളത് തന്നെയാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിന്റെ സവിശേഷത എന്ന് പറയുന്നത്. മാത്രമല്ല, സ്ഥാനാർത്ഥികൾ പ്രത്യേകിച്ചും UDFന്റെ സ്ഥാനാർത്ഥിയായ K മുരളീധരന്റെ വരവ് വലിയ തരത്തിലുള്ള രാഷ്ട്രീയ ചർച്ചയിലേക്കെല്ലാം തന്നെ തൃശൂർ എന്ന് പറയുന്ന ലോക്സഭാ മണ്ഡലത്തെ നയിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഏറെ ആകാംക്ഷയും പ്രതീക്ഷയും എല്ലാം തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു ലോക്സഭാ മണ്ഡലം എന്ന അർത്ഥത്തിൽ തൃശൂർ ലോക്സഭാ മണ്ഡലം ഈ തെരഞ്ഞെടുപ്പിൽ ഏറെ പ്രാധാന്യവും വഹിക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് VS സുനിൽകുമാറിനെതിരെ വലിയ തരത്തിലുള്ള പ്രചരണങ്ങളെല്ലാം തന്നെ വരുന്നത്. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും സുനിൽകുമാറിന് ഒരു താക്കീത് കൂടി ലഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സുനിൽകുമാറിന്റെ ഒരു ഇമേജിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ജനപ്രീതിക്ക് കോട്ടം പറ്റാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഉയർന്നു വരുന്ന വാദം എന്ന് പറയുന്നത്. കാരണം സുനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്കിടയിൽ അത്ര കണ്ട് തന്നെ സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ്. ഏറെ ജനപ്രിയനായിട്ടുള്ള ഒരു നേതാവ് കൂടിയാണ് VS സുനിൽകുമാർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് CPIയുടെ ഭാഗത്തു നിന്നും VS സുനിൽകുമാറിനെ തന്നെ കളത്തിലിറക്കാനുള്ള ഒരു നീക്കമുണ്ടായത്. പ്രത്യേകിച്ചും തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിന്റെ പൾസ് അറിയുന്ന ഒരു നേതാവ് കൂടിയാണ്. ഒരു തൃശ്ശൂർക്കാരൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് വലിയ തരത്തിലുള്ള വോട്ട് ശേഖരണത്തിന് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സ്വാധീനിക്കുമെന്നുള്ള ഒരു വിലയിരുത്തൽ കൂടിയുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുള്ള VS സുനിൽകുമാറിനെതിരെ ഉയരുന്ന ആരോപണങ്ങളെല്ലാം തന്നെ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ്. അദ്ദേഹം നടനായ ടൊവിനോ തോമസുമായുള്ള ചിത്രങ്ങളെല്ലാം തന്നെ ഫേസ്ബുക്കിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ ചിത്രങ്ങൾ CPIയുടെ ചില സൈബർ ഇടങ്ങളിലെല്ലാം തന്നെ വളരെ വലിയ രീതിയിൽ പ്രചരിച്ചിട്ടുണ്ടായിരുന്നു. ആ പ്രചരണം എന്ന് പറയുന്നത് ടൊവിനോ തോമസിന്റെ പിന്തുണ യഥാർത്ഥത്തിൽ VS സുനിൽകുമാറിനാണ് എന്ന് തോന്നുന്ന തരത്തിലായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ ഈ ഫോട്ടോ എല്ലാം തന്നെ പ്രചരിച്ച സാഹചര്യത്തിലാണ് ടൊവിനോ തോമസ് അടുത്തൊരു പോസ്റ്റുമായി രംഗത്ത് വരുന്നത്. താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംബാസിഡറാണ്, അതുകൊണ്ട് തന്നെ താനുമായി നിൽക്കുന്ന ഫോട്ടോകൾ ദയവ് ചെയ്ത് ആരും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ് വരുന്നത്. ആ പോസ്റ്റ് വളരെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു. ആ സാഹചര്യത്തിലാണ് സുനിൽകുമാർ തനിക്ക് ഇത് അറിയില്ലായിരുന്നു എന്നും, അതായത് ടൊവിനോ തോമസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംബാസിഡർ ആണെന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്നും ആ സാഹചര്യത്തിലാണ് സുനിൽകുമാർ തന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുകയും ടൊവിനോ തോമസ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംബാസിഡർ ആണെന്ന് തനിക്ക് അറിയില്ലായിരുന്നു എന്നുള്ള ഒരു വിശദീകരണവുമായി രംഗത്ത് വരുന്നത്. എന്തു തന്നെയാണെങ്കിലും പ്രശ്നം ഇതോടുകൂടി അവസാനിക്കുകയായിരുന്നില്ല ചെയ്തത്. സുനിൽകുമാറിന്റെ ഈ ഒരു ഫോട്ടോ വലിയ രീതിയിൽ തന്നെ പ്രചരിച്ചതിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് NDA രംഗത്തെത്തി, മറ്റ് പ്രതിപക്ഷ പാർട്ടികളെല്ലാം തന്നെ രംഗത്തെത്തി. സുനിൽകുമാറിനെതിരെ വളരെ വലിയ തരത്തിലുള്ള വിമർശനങ്ങളെല്ലാം തന്നെ ഉയർന്നു വന്നു. സുനിൽകുമാർ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംബാസിഡറായ ടൊവിനോയുമായിട്ടുള്ള ഫോട്ടോ രാഷ്ട്രീയ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഉപയോഗിച്ചെന്ന് പറഞ്ഞുകൊണ്ടുള്ള പരാതികൾ വന്നു. അത്തരമൊരു പരാതി NDAയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. ആ പരാതിന്മേലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഒരു താക്കീത് VS സുനിൽകുമാറിന് ലഭിക്കുന്നത്. ഈ താക്കീതാണ് ഇപ്പോൾ വലിയ തരത്തിൽ ചർച്ചയാകുന്നത്. VS സുനിൽകുമാറിന്റെ മാതൃകാപരമായിരുന്നില്ല അദ്ദേഹത്തിന്റെ നീക്കമെന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്നുമുണ്ടായത്. മാത്രമല്ല, ഇത്തരം പ്രവർത്തികൾ ഇനി മേലിൽ ആവർത്തിക്കരുത് എന്ന് പോലും അദ്ദേഹത്തിന് താക്കീത് നൽകുകയായിരുന്നു. ആ താക്കീത് രേഖാമൂലമായിരുന്നു നൽകിയത് എന്നുള്ളതുമാണ് ഏറെ ശ്രദ്ധേയമായ ഘടകം. എന്തു തന്നെയാണെങ്കിലും BJPയുടെ ഭാഗത്തു നിന്നാണെങ്കിലും NDAയുടെ ഭാഗത്തു നിന്നാണെങ്കിലും സുനിൽകുമാറിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ഈ ആരോപണങ്ങൾ വലിയ രീതിയിൽ ആളിക്കത്തിക്കാനായിട്ട് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. ഇനി തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ K മുരളീധരനാണെങ്കിലും VS സുനിൽകുമാർ ആണെങ്കിലും ഇനി സുരേഷ് ഗോപി ആണെങ്കിലും മൂവരും ശക്തരായ സ്ഥാനാർത്ഥികൾ തന്നെയാണ് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ആരാണ് വിജയിച്ചു വരിക എന്നുള്ള ചോദ്യം അവിടെ ഏറെ പ്രസക്തമാണ്. അവിടെയും അപ്പോഴും ഏറെ പ്രതീക്ഷ എന്ന് പറയുന്നത് LDFന് ഉണ്ട്, അല്ലെങ്കിൽ സുനിൽകുമാറിന് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. സുനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ സൂചിപ്പിച്ച പോലെ അദ്ദേഹം തൃശ്ശൂരിന്റെ പൾസറിനൊരു നേതാവ് തന്നെയാണ്. മുൻ കൃഷിമന്ത്രിയായിരുന്നു, മാത്രമല്ല അദ്ദേഹം മുൻ മന്ത്രി കൂടിയായിരുന്നു എന്നുള്ള സവിശേഷതകളെല്ലാം തന്നെയുണ്ട്. ഇപ്പോഴും സുനിലേട്ടൻ എന്നുള്ള ഒരു വാക്കിന് തൃശ്ശൂരിലെ ജനങ്ങൾ അത്ര കണ്ട് തന്നെ പ്രാധാന്യം നൽകുന്നുണ്ട്, അത്ര കണ്ട് തന്നെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതും സുനിൽകുമാർ എന്ന് പറയുന്ന വ്യക്തിയുടെ ജനപ്രീതി വ്യക്തമാക്കി തരുന്നുണ്ട്. ഇനി K മുരളീധരനാണെങ്കിൽ പോലും അദ്ദേഹത്തിനും വലിയൊരു പ്രതീക്ഷ മുന്നോട്ട് വയ്ക്കാവുന്ന ഒരു സ്ഥലം കൂടിയാണ് തൃശൂർ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത്. പ്രത്യേകിച്ചും കോൺഗ്രസിനാണെങ്കിലും അല്ലെങ്കിൽ മുൻ MP ആയിട്ടുള്ള TN പ്രതാപനാണെങ്കിലും അത്ര കണ്ട് തന്നെ ഹോൾഡ് ഉണ്ടായിരുന്ന ഒരു മണ്ഡലം തന്നെയാണ് തൃശൂർ ലോക്സഭാ മണ്ഡലം. ഇനി K കരുണാകരനേറെ സ്വാധീനമുണ്ടായിരുന്ന ഒരു പ്രദേശം കൂടിയായിരുന്നു തൃശ്ശൂർ എന്ന് പറയുന്ന അത്തരമൊരു സവിശേഷത കൂടി യഥാർത്ഥത്തിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളെല്ലാം തന്നെ K മുരളീധരന് വോട്ടായി മാറാനുള്ള സാഹചര്യമുണ്ട് എന്നുള്ളതും കൂടി ഒരു യാഥാർത്ഥ്യമാണ്. ഇനി സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ പല തവണകളായിട്ട് തൃശ്ശൂർ അദ്ദേഹം എടുക്കുമെന്ന് പറയുന്ന തരത്തിലുള്ള പ്രചരണങ്ങളാണ് നടന്നിട്ടുള്ളത്. അതുകൊണ്ട് ഈ ഒരു തവണത്തേക്ക് അദ്ദേഹത്തിന്റെ വോട്ട് നോക്കുകയാണെങ്കിൽ 2 ലക്ഷത്തിൽ പരം വോട്ടുകൾ അദ്ദേഹത്തിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേടാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തവണ അദ്ദേഹത്തിന് ഒരു മുന്നേറ്റം ഉണ്ടാകാനുള്ള സാധ്യത ഏറെയുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ് തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം. അതുകൊണ്ട് തന്നെ ഈ 3 സ്ഥാനാർത്ഥികളെയും ഉൾക്കൊള്ളുകയാണെങ്കിൽ ഈ മൂവരും കരുത്തരാണ് എന്നുള്ളത് തന്നെ തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഏറെ ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു. ഒരർത്ഥത്തിൽ സുരേഷ് ഗോപി തന്നെ അവിടെ മത്സരിക്കുന്നത് കൊണ്ട് ദേശീയ ശ്രദ്ധ നേടിയിട്ടുണ്ടായിരുന്നു. മാത്രമല്ല, K മുരളീധരൻ അവിടെ മത്സരിക്കാനെത്തുന്നത് പത്മജ വേണുഗോപാലിന്റെ BJPയിലേക്കുള്ള രാഷ്ട്രീയ പ്രവേശനം മൂലമാണ്. അതുകൊണ്ട് തന്നെ
കെ മുരളീധരന്റെ ഒരു വരവും കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയൊരു രാഷ്ട്രീയ ചർച്ചയിലേക്ക് നീങ്ങിയിട്ടുണ്ടായിരുന്നു. ദേശീയ തലത്തിൽ പോലും വലിയ തരത്തിലുള്ള ചർച്ചയിലേക്കെല്ലാം തന്നെ നീങ്ങിയ ഒരു സാഹചര്യം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ ലോക്സഭാ മണ്ഡലം എന്ന് പറയുന്നത് അത്ര കണ്ട് തന്നെ പ്രാധാന്യം നൽകുന്ന ഒരു ലോക്സഭാ മണ്ഡലമാണ്. ഈ സാഹചര്യത്തിലാണ് സുനിൽകുമാറിന്റെ ഭാഗത്തു നിന്നും ഇത്തരമൊരു നീക്കം ഉണ്ടാകുന്നത്. സുനിൽകുമാറിനെതിരെ വലിയ തരത്തിലുള്ള പ്രചരണങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പിലും രാഷ്ട്രീയത്തിലും ഇതെല്ലാം തന്നെ സ്വാഭാവികമായ ഒരു ഘടകം തന്നെയാണ്. കാരണം ഒരു തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സാഹചര്യത്തിൽ സെലിബ്രിറ്റി സ്റ്റാറ്റസ് ഉള്ള ആളുകളുമായുള്ള ഇമേജുകൾ അല്ലെങ്കിൽ ഫോട്ടോകൾ പങ്കുവയ്ക്കുക എന്ന് പറയുന്നത് ഇപ്പോഴത്തെ ഈ നവയുഗത്തിൽ അത്ര വലിയ പുതുമയുള്ള കാര്യമല്ല എന്നുള്ളത് തന്നെയാണ് യാഥാർത്ഥ്യം. കാരണം ആ സെലിബ്രിറ്റികളെല്ലാം തന്നെ തങ്ങളുടെ കൂടെയാണ് അല്ലെങ്കിൽ തങ്ങളുടെ പാർട്ടിയോടൊപ്പമാണ്, തങ്ങളുടെ പ്രത്യയശാസ്ത്രത്തോടൊപ്പമാണ് എന്ന് കാണിക്കുന്ന തരത്തിലുള്ള പ്രചരണങ്ങളെല്ലാം തന്നെ സ്വാഭാവികമാണ്. പക്ഷേ ടൊവിനോ തോമസ് ആയതുകൊണ്ടും അദ്ദേഹം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംബാസിഡർ ആയത് മാത്രമാണ് ഇവിടുത്തെ പ്രശ്നമായി ഭവിക്കുന്നത്. പക്ഷേ ഈ ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസ് ആഗ്രഹിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരമൊരു മോശമായ രീതിയിലുള്ള ഒരു പ്രചരണമാണ് സുനിൽകുമാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നും സുനിൽകുമാറിന് അത്തരമൊരു പ്രചരണത്തിന്റെ ആവശ്യമുണ്ടോ എന്നും സുനിൽകുമാറിന് വോട്ട് നൽകാനായിട്ട് ടൊവിനോയുടെ പേര് പോലും വേണോ എന്നുള്ള തരത്തിലുള്ള ആക്ഷേപങ്ങളും യഥാർത്ഥത്തിൽ അദ്ദേഹത്തിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴത്തെ ഒരു വലിയ തരത്തിലുള്ള വിമർശനമായി നിലനിൽക്കുന്നത്. ഇനി സുനിൽകുമാറിനെ സംബന്ധിച്ചിടത്തോളം സുനിൽകുമാറിന്റെ ചില പോസ്റ്റുകളെല്ലാം തന്നെ അതായത് കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപുള്ള അതായത് കൃത്യമായി പറയുകയാണെങ്കിൽ ലോക്സഭാ സ്ഥാനാർത്ഥികളുടെ പേര് വിവരങ്ങളെല്ലാം തന്നെ പുറത്തു വന്ന സാഹചര്യത്തിൽ അതായത് എല്ലാ മുന്നണിയിൽ നിന്നും ആരാണ് സ്ഥാനാർത്ഥികളെന്ന് ഏറെക്കുറെ ഉറപ്പായ സാഹചര്യം മുതൽ തന്നെ സുനിൽകുമാറിന്റെ ചില പോസ്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. ആ പോസ്റ്റുകളെല്ലാം തന്നെ BJPക്ക് എതിരെ അല്ലെങ്കിൽ BJP ഉന്നയിച്ചുകൊണ്ടുള്ള പോസ്റ്റുകളായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതായത് പലപ്പോഴും ഇത് പത്തര മാറ്റാണ് ചെമ്പല്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ചില പോസ്റ്റുകളെല്ലാം തന്നെ വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടതാണ്. അതായത് BJPയെ കൃത്യമായി തന്നെ ഉന്നം വെച്ചുകൊണ്ട് രാഷ്ട്രീയപരമായിട്ട് BJPക്ക് തന്നെ കോട്ടം വരുത്തുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ തന്നെയാണ് യഥാർത്ഥത്തിൽ സുനിൽകുമാറിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നത്. മാത്രമല്ല അവിടെ കോൺഗ്രസിനോടുള്ള ഒരു CPIയുടെ ഒരു ചായ്വ് അവിടെ പ്രകടമായിരുന്നു. കാരണം കോൺഗ്രസിനെ അത്ര കണ്ട് തന്നെ അടിച്ചമർത്തുന്ന തരത്തിലുള്ള പോസ്റ്റുകളിലേക്കൊന്നും തന്നെ നീങ്ങിയിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതും ശ്രദ്ധേയമായ ഘടകം തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഒരു അവസരം വന്ന സാഹചര്യത്തിൽ BJP തിരിച്ചടിച്ചു എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഓരോ ദിനങ്ങളിലും പ്രചരണങ്ങളെല്ലാം തന്നെ ശക്തമായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ്. സുരേഷ് ഗോപിയുടെ രാത്രിയാണെങ്കിലും പകലാണെങ്കിലും ശക്തമായൊരു പ്രചരണം നടക്കുന്ന സാഹചര്യത്തിലാണ് സുനിൽകുമാറിന് ഇത്ര വലിയ ഒരു അടിയേറ്റിട്ടുള്ളത്. അതും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്തു നിന്ന് NDA കളക്ടർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്ന പരാതിന്മേൽ ഇത്ര വലിയൊരു താക്കീത് ലഭിക്കുന്ന സാഹചര്യത്തിൽ അത് സുനിൽകുമാറിന്റെ ഇമേജിന് കോട്ടം വരുത്തുമോ എന്നും സുനിൽകുമാറിനെ അതൊരു പക്ഷേ തളർത്താനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള ചോദ്യവും പ്രസക്തമായി വരുന്നുണ്ടെങ്കിലും അതൊരു പക്ഷേ തെരഞ്ഞെടുപ്പിനെ ബാധിക്കാനുള്ള സാധ്യതയില്ല എന്നും ഇതെല്ലാം തന്നെ സ്വാഭാവികമായ ഘടകമാണ് എന്നുള്ള വാദങ്ങളെല്ലാം തന്നെ ഉയർന്നു വരുന്നു. എന്ത് തന്നെയാണെങ്കിലും തെരഞ്ഞെടുപ്പിന് മുന്നായിട്ടുള്ള ഈ പ്രചരണങ്ങളെല്ലാം തന്നെ ശക്തമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഈ സാഹചര്യത്തിൽ ഇത്തരമൊരു ആഘാതം യഥാർത്ഥത്തിൽ LDFന് ദോഷം ചെയ്യും എന്നുള്ള തരത്തിലുള്ള പ്രചരണങ്ങളെല്ലാം തന്നെ അന്തരീക്ഷത്തിൽ ഉണ്ട് എങ്കിലും കൂടുതൽ ശക്തമായി തന്നെ മുന്നോട്ട് പോയെങ്കിൽ മാത്രമാണ് യഥാർത്ഥത്തിൽ LDFന് ഇത്തവണ വിജയം ഉറപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ് വാസ്തവം. കാരണം LDFനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടം തന്നെയാണ്. പ്രത്യേകിച്ചും CPIഎമ്മിനെ സംബന്ധിച്ചാണെങ്കിൽ CPIഎമ്മിനെ ദേശീയ പാർട്ടി പദവി നിലനിർത്തുക എന്നുള്ളത് കൂടിയുണ്ട്. CPIയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ സീറ്റുകൾ തിരിച്ചു പിടിക്കുക എന്ന് പറയുന്ന വലിയൊരു ലക്ഷ്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ഒരു ശക്തിയോടെ തന്നെ മുന്നോട്ട് പോരാടിയെങ്കിൽ മാത്രമാണ് തൃശ്ശൂർ ലോക്സഭ പോലുള്ള അത്രയും ശക്തമായ ഒരു പോരാട്ടം നടക്കുന്ന ആ ലോക്സഭാ മണ്ഡലത്തിൽ കാലുറപ്പിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളത് തന്നെയാണ് അവിടുത്തെ യാഥാർത്ഥ്യം.